ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിൽ സുലഭമായി കിട്ടുന്ന സാധനമാണ് മമ്പയർ. അപ്പോൾ ഇതിനെക്കൊണ്ട് നമ്മൾ പൊതുവേ ചെയ്യുന്നത് പൊങ്ങിച്ചിട്ടും പുഴുങ്ങിയിട്ടെല്ലാം കഴിക്കലല്ലേ. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് ഞാനൊരു പായസം ഉണ്ടാക്കാം. അപ്പോൾ അതിന് പൊതുവേ പൊങ്ങിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, കുറച്ച് സമയം കുതിരാൻ വെക്കണം. അപ്പോൾ ഒരു 5-6 മണിക്കൂർ ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ കുതിരാൻ വെച്ച് ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആ ഒരു കണക്കിന് നമുക്ക് എടുക്കാം. ഒരു കപ്പ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു കപ്പ എടുത്തിട്ട് നല്ലോണം വെള്ളത്തിൽ ഇതാക്കാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 5-6 വെള്ളത്തിൽ കഴുകണം. അതിൻ്റെ അകത്ത് കല്ലെല്ലാം ഉണ്ടാവില്ലേ, അപ്പോൾ അതെല്ലാം മാറ്റണം. അത് കഴിഞ്ഞിട്ട് നേരെ കുക്കറിലിട്ട് ഒരു 6 വിസിലെങ്കിലും വരണം. കാരണം നന്നായിട്ട് അധികം വെന്തിട്ട് അടിഞ്ഞു പോകണ്ട ആ ഒരു ഇതിൽ. അപ്പം അതിന് ശേഷം കുറച്ച് വെള്ളത്തിലായിട്ട് ഒരു 2-3 കട്ട വെള്ളം ഉരുക്കി വെച്ചിട്ടുണ്ടായിന്. അപ്പോഴത്തേക്കും കുക്കറിൽ സംഭവം റെഡിയായി. അപ്പം നേരെ ആ വെള്ളം ഉരുക്കിയത് അതിലോട്ടേക്ക് മിക്സാക്കിയിട്ട് ഞാൻ ഉരുക്കിയിട്ട് അരിച്ചിട്ടാട്ടോ മിക്സാക്കിയ. അപ്പോൾ അത് മിക്സാക്കി കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സാക്കുക. നന്നായിട്ട് ഇളക്കണം, അല്ലാണ്ട് കട്ട പോലെയായിപ്പോൾ. അപ്പോൾ അങ്ങനെ ആകാണ്ടിക്ക് നന്നായിട്ട് ഇളക്കുക. കുറച്ച് അതിനകത്തുണ്ടായി. അപ്പോൾ അതും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് മിക്സാക്കിയിട്ട് ഇനി വേണ്ടത്, ഇതിപ്പോൾ വെള്ളം പോലെയല്ല. അപ്പോൾ നമ്മുടെ പായസം എന്നെല്ലാം പറയുമ്പോൾ കുറച്ച് കുഴമ്പ് പോലെ കുറച്ച് കട്ടിയില്ലല്ലേ. അപ്പോൾ അതിന് അരിപ്പൊടി എടുക്കുന്ന ആളുണ്ട്, ഗോതമ്പ് പൊടി എടുക്കുന്ന ആളുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഗോതമ്പ് പൊടി എടുക്കുന്നത്. ഒരു 2 സ്പൂൺ ഗോതമ്പ് പൊടിയിൽ കുറച്ച് വെള്ളവും മിക്സാക്കിയിട്ട് നന്നായിട്ട് കലക്കിയിട്ട് ഇതിൻ്റെ ഒത്ത് യോജിപ്പിക്കുക. എന്നിട്ട് അത് നന്നായിട്ട് യോജിപ്പിക്കുക. ഇപ്പോൾ എല്ലാം കുക്കർ പുറത്ത് വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്, അടുപ്പത്ത് വെച്ചിട്ടില്ല. ഇനി ഇതെല്ലാം മിക്സാക്കിയതിന് ശേഷം നേരെ അടുപ്പിലേക്ക് മാറ്റാം. നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇനി നേരെ അടുപ്പിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ അടുപ്പിലേക്ക് മാറ്റി നന്നായിട്ട് തിള വരില്ലേ, ആ സമയത്ത് കുറച്ച് ഏലക്കാപ്പൊടിയും കുറച്ച് ഇഞ്ചിപ്പൊടിയില്ലേ, അതായത് ജിഞ്ചർ പൊടി. അപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ ജിഞ്ചർ പൊടി പൊടിച്ചാൽ മതി. ജിഞ്ചർ പൊടിച്ചിട്ട് എടുക്കും. ഞാൻ പാക്കറ്റാട്ടോ വാങ്ങി, ഉണ്ടായിട്ടില്ല. അപ്പോൾ ഏലക്കപ്പൊടിയും ഇഞ്ചിപ്പൊടിയും അതിലോട്ടേക്ക് മിക്സാക്കി അതിന് ശേഷം കുറച്ച് മധുരം ബാലൻസ് ചെയ്യാൻ ഇച്ചിരി ഉപ്പും കൂടി ഒഴിച്ചിട്ട് ഇട്ടിട്ട് കല്ലുപ്പത്ത് ഞാനിട്ട് നന്നായിട്ട് കുറുകണം. ആ കുറുകി കഴിഞ്ഞിട്ട് കുറച്ചൊരു തേങ്ങ, ഒരു കാമുറി തേങ്ങയില്ലേ, അതും കൂടി ഇരായിട്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സംഭവം റെഡി. അപ്പോൾ അടിപൊളി പായസമായിട്ടാണ്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, ഒന്ന് ട്രൈ ചെയ്യും. സൂപ്പർ സംഭവം.